നമുക്കിന്ന് ഭാഗവത കഥകളിൽ അങ്കിരസിൻ്റെയും ചിത്രകേതുവിൻ്റെയും കഥ കേൾക്കാം. ചിത്രകേതു മഹാനായ ഒരു ചക്രവർത്തി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷിയുടെ പേര് കൃതദ്യുതി എന്നായിരുന്നു. വിവാഹിതരായി അനേക വർഷം കഴിഞ്ഞിട്ടും അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ചോർത്ത് അവരിരുവരും തുല്യ ദുഃഖിതരായിരുന്നു. ഒരു പക്ഷേ തൻ്റെ പത്നിയുടെ ദൗർഭാഗ്യം കൊണ്ടായിരിക്കാം സന്താനയോഗം ഇല്ലാതിരിക്കുന്നതെന്ന് വിചാരിച്ച ചിത്രകേതു മറ്റനേകം രാജകുമാരിമാരെ കൂടി വിവാഹം കഴിച്ച് അന്തഃപുരങ്ങളിൽ പാർപ്പിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല. ചിത്രകേതുവിൻ്റെ അപുത്ര ദുഃഖം അങ്ങനെ തന്നെ അവശേഷിക്കുകയായിരുന്നു. ഇനി എന്താണ് ചെയ്യുക എന്ന് ചിന്തിച്ച് അദ്ദേഹം വേദനപ്പെട്ടുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായ അങ്കിരസ് മഹർഷി ചിത്രകേതുവിൻ്റെ കൊട്ടാരത്തിൽ ആഗതനാകുന്നത്. പൂജ്യനായ അദ്ദേഹത്തെ സ്വീകരിച്ച് ഉപവിഷ്ടനാക്കിയ ചക്രവർത്തി പാദസേവകൾ ചെയ്ത് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു. അങ്കിരസ് മഹർഷി ചോദിച്ചു, ചിത്രകേതു, നിന്നിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ചിത്രകേതു പറഞ്ഞു, മഹാത്മൻ, എല്ലാവിധ സുഖ സൗകര്യങ്ങളും അടിയന് സ്വായത്തമായിട്ടുണ്ടെങ്കിലും പുത്രന്മാരില്ലാത്തതിനാൽ ഞാൻ വളരെ ദുഃഖിതനാണ്. അന്തഃപുരങ്ങളിൽ അനേകം രാജ്ഞിമാർ പാർക്കുന്നുണ്ടെങ്കിലും അവരിൽ ഒരുത്തിക്ക് പോലും ഒരു സന്താനത്തെ പ്രദാനം ചെയ്ത് അടിയനെ സന്തോഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അടിയനൊരു സന്താനമുണ്ടാകുന്നതിന് വരമരുളിയാലും. അപ്പോൾ അങ്കിരസ് മഹർഷി പറയുന്നു, മഹാരാജാവേ, പൂർവജന്മ സുഹൃത ഫലത്താലാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അപ്രകാരമൊരു സുഹൃത്തം താങ്കൾക്കുള്ളതായിട്ട് നാം കാണുന്നില്ല. ചിത്രകേതു പറയുന്നു, മഹർഷേ, അങ്ങ് മനസ്സ് കനിയുമെങ്കിൽ വിധിയെ മറികടക്കുവാൻ കഴിയുന്നതാണ്. അവിടുന്നും അടിയനെ കൈവിടുകയാണെങ്കിൽ ഈ പാഴ്ജന്മം അർത്ഥശൂന്യമാണ്. മഹർഷി പറഞ്ഞു, സമാധാനിക്കൂ ചിത്രകേതു, താങ്കൾക്ക് ഒരു പുത്രസൗഭാഗ്യം ഉണ്ടാകുമാറാകട്ടെ എന്ന് അനുഗ്രഹിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് പ്രവചിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ചിത്രകേതു പറഞ്ഞു, മതി മഹർഷി, ആ അനുഗ്രഹം ഒന്നു മാത്രം മതി, അടിയൻ ധന്യനായിരിക്കുന്നു. സന്തുഷ്ടനായ ചിത്രകേതു അങ്കിരസിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് മഹർഷി അവിടെ നിന്നും പോയി. അങ്കിരസിൻ്റെ അനുഗ്രഹം പാഴായില്ല. ചിത്രകേതുവിൻ്റെ പട്ടമഹിഷി കൃതദ്യുതി ഗർഭിണിയായി. ആ വാർത്ത അറിഞ്ഞതോടെ പ്രജകളെല്ലാം സന്തുഷ്ടരായി. കൃതദ്യുതിയെ പരിചരിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമായി 100 കണക്കിന് ദാസിമാരും കൊട്ടാരം വൈദ്യന്മാരും കാത്തുനിന്നു. കൃതദ്യുതിക്ക് ലഭിച്ചിരുന്ന മുന്തിയ പരിഗണന മറ്റുള്ള രാജ്ഞിമാർക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ രഹസ്യമായും പരസ്യമായും അസൂയ പറയുവാനും അവളെ ഒറ്റപ്പെടുത്തുവാനും തുടങ്ങി. ഏതെങ്കിലും വിധത്തിൽ കൃതദ്യുതിക്ക് അപകടം സംഭവിക്കുമാറാകട്ടെയെന്നും അവളുടെ ഗർഭം അലസിപ്പോകുവാൻ ഇടവരട്ടെയെന്നും അവർ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ അസൂയലുക്കളായ ആ ഇളയമ്മമാരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടായില്ല. 10 മാസം തികഞ്ഞപ്പോൾ കൃതദ്യുതി സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. രാജ്യമെമ്പാടുമുള്ള പ്രജകൾ ആ സന്തോഷ വാർത്തയറിഞ്ഞ് ആടിപ്പാടി ആ സുദിനത്തെ ആഹ്ലാദപൂർവ്വം ആഘോഷിച്ചു. തൻ്റെ പുത്രൻ്റെ ദീർഘായുസ്സിനും ശ്രേയസ്സിനും വേണ്ടി ചിത്രകേതു ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തു. എന്നാൽ മറ്റുള്ള രാജ്ഞിമാരുടെ മനസ്സുകളിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന അസൂയെക്കുറിച്ച് രാജാവോ രാജ്ഞിയോ അറിഞ്ഞിരുന്നില്ല. ആ പിഞ്ചു പൈതലിനെ അപായപ്പെടുത്തുന്നതിനായി അവർ കച്ചകെട്ടി കാത്തിരിക്കുകയായിരുന്നു. പരമദുഷ്ടകളായിരുന്ന ആ ഇളയമ്മമാർ കാത്തിരുന്ന നിമിഷം സമാഗതമായി. ഒരു ദിവസം അവർ നിഷ്കളങ്കനായ ആ കുഞ്ഞിന് പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് അതിനെ വകവരുത്തി. ചിത്രകേതുവും കൃതദ്യുതിയും തങ്ങളുടെ ദുർവിധിയെക്കുറിച്ചോർത്ത് പൊട്ടിക്കരഞ്ഞു. നീചകളായ ആ ഇളയമ്മമാരും ഒന്നും അറിഞ്ഞുകൂടാത്തവരെ പോലെ അവരോടൊപ്പം ചേർന്ന് ദുഃഖം അഭിനയിച്ചു. അങ്കിരസിനെ കണ്ട് സങ്കടമുണർത്തിക്കുന്നതിനായി ചിത്രകേതുവും കൃതദ്യുതിയും കൂടി തങ്ങളുടെ പുത്രൻ്റെ മൃതദേഹവും എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോയി. തങ്ങളുടെ കുതന്ത്രം ഫലവത്തായിരിക്കുന്നതിനെക്കുറിച്ചോർത്ത് അസൂയലുക്കളായ ആ ഇളയമ്മമാർ മനസ്സിനുള്ളിൽ ഊറി ചിരിച്ചു. തൻ്റെ തീരാദുഃഖത്തിന് പരിഹാരമുണ്ടാക്കി തരണമേ എന്ന് ചിത്രകേതു അങ്കിരസിനോട് അപേക്ഷിക്കുന്നു. ചിത്രകേതു മഹാരാജാവ് പറയുന്നു, മഹാത്മാവേ, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയങ്ങൾക്ക് ഒരു പുത്രനുണ്ടാകുവാൻ സൗഭാഗ്യമുണ്ടായി. എന്നാൽ കർമ്മദോഷഫലം നിമിത്തം അവൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ്. ദയവ് ചെയ്ത് അവനെ പുനരുജ്ജീവിപ്പിച്ച് തന്ന് ഈയുള്ളവരുടെ തീരാദുഃഖത്തിന് അറുതി വരുത്തി തന്നാലും. അങ്കിരസ് മഹർഷി പറയുന്നു, ചിത്രകേതു, നാം അന്നേ പറഞ്ഞിരുന്നുവല്ലോ, മുൻജന്മ സുഹൃത ഫലം ഉണ്ടെങ്കിൽ മാത്രമേ സത്സന്താനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന്.
പുത്രഭാഗ്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അനുഭവ സുഖവും കൂടി സ്വായത്തമാകണമല്ലോ. അപ്പോൾ ചിത്രകേതു മഹാരാജാവ് പറഞ്ഞു, മഹർഷേ, ആ അനുഭവഫലമാണ് അടിയങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. പരമജ്ഞാനിയായ അങ്ങ് അതിനുള്ള പരിഹാരമാർഗം ദയവ് ചെയ്ത് ഉപദേശിച്ചു തന്നാലും ചിത്രകേതുവിന് വിധിക്കപ്പെടാത്ത ആ സൗഭാഗ്യം സാധ്യമാക്കുവാൻ സാധിക്കുമോ എന്ന് അങ്കിരസ് മഹർഷി ഗാഢമായി ചിന്തിക്കുന്നു. തൻ്റെ കമണ്ഡലുവിൽ നിന്ന് പുണ്യതീർത്ഥമെടുത്ത് അദ്ദേഹം ശിശുവിൻ്റെ മൃതദേഹത്തിൽ തളിച്ചു. ഉയർത്തെഴുന്നേറ്റ ആ ബാലകൻ തൊഴുകൈയോടെ അങ്കിരസിൻ്റെ സമക്ഷത്തിൽ നിന്നു. അങ്കിരസ് ചോദിക്കുന്നു, കുമാര, നിന്നെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മാതാപിതാക്കളോടൊപ്പം കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നതിന് നിനക്ക് സമ്മതമാണോ? അപ്പോൾ ബാലകൻ പറഞ്ഞു, മഹർഷേ, എൻ്റെ സമ്മതത്തിന് പ്രാധാന്യം ഒന്നും തന്നെയില്ല. പല ജന്മങ്ങളായിട്ട് പല മാതാപിതാക്കന്മാരും എനിക്കുണ്ട്. എൻ്റെ ആത്മാവിൻ്റെ വിധി അപ്രകാരമുള്ളതാണ്. ഇനി പറയൂ, ഞാൻ ആരോടൊപ്പമാണ് പോകേണ്ടത്? അങ്ങനെ പോകുന്നത് കൊണ്ട് ആർക്ക് എന്തു നേട്ടം ആണ് ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ അങ്കിരസ് പറയുന്നു, അത് തീരുമാനിക്കുന്നതിനുള്ള അവകാശം നിനക്ക് മാത്രമുള്ളതാണ്. നിന്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. അപ്പോൾ ബാലൻ പറഞ്ഞു, മഹർഷി വര്യ, ഇനിയും ഇതുപോലെ മറ്റു പലരെയും ദുഃഖിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ വിധി. ദയവായി എനിക്ക് വിട നൽകിയാലും. ബാലൻ അവിടുന്ന് അപ്രത്യക്ഷമായി. ചിത്രകേതുവും കൃതജ്ഞതയും ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അപ്പോൾ അങ്കിരസ് ചിത്രകേതുവിനോട് പറഞ്ഞു, ചിത്രകേതു, വിധിക്കപ്പെടാത്തത് മോഹിക്കുന്നതും അതിനെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്നതും പ്രായോഗികമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളത് മറ്റു ചിലതാണ്. അപ്പോൾ ചിത്രകേതു പറഞ്ഞു, മഹർഷേ, രാജ്യഭരണമോ സുഖസൗകര്യങ്ങളോ നാം ആഗ്രഹിക്കുന്നില്ല. ഇനിയുള്ള കാലം അല്പം മനസ്വസ്ഥതയാണ് അടിയൻ കാക്ഷിക്കുന്നത്. അങ്കിരസ് പറയുന്നു, കാക്ഷിക്കുന്നതെല്ലാം കൈകൂടുന്നതിന് വിധിയും അനുകൂലമായിരിക്കണമല്ലോ. അങ്ങയുടെ ആഗ്രഹം സഫലമാക്കുന്നതിന് വിദൂര സാധ്യത മാത്രമേ നാം കാണുന്നുള്ളൂ. എങ്കിലും നമ്മാൽ ആവുന്ന സഹായം ചെയ്യുന്നതിന് നാം ഒരുക്കമാണ്. എന്നിട്ട് അങ്കിരസ് അവരെ, നിങ്ങൾ ഗന്ധർവ ദമ്പതികളായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. അപ്പോൾ ചിത്രകേതു പറയുന്നു, ധന്യരായി മഹാത്മാവേ, അടിയങ്ങൾ ധന്യരായി. അങ്ങയുടെ അനുഗ്രഹത്താൽ ഇനിയെങ്കിലും മനസ്സമാധാനം കിട്ടുമെങ്കിൽ ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഗന്ധർവ ദമ്പതികളായിത്തീർന്ന ചിത്രകേതുവും പത്നിയും തങ്ങളുടെ ദുഃഖവും പൂർവ്വകാല ജീവിതവുമൊക്കെ മറന്നിട്ട് ഒരിക്കൽ വളരെ സന്തോഷപൂർവ്വം ആകാശമാർഗെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ അവർ കൈലാസാദ്രിയുടെ ഉപരിഭാഗത്ത് വന്നു ചേർന്നു. നവനീത സദൃശ്യമായ മഞ്ഞുകട്ടകളാൽ ആവൃതമായിരിക്കുന്ന ഗിരിശൃംഗങ്ങൾ, പൂത്തുലഞ്ഞ് കാറ്റിൽ ഇളകിയാടി നിൽക്കുന്ന വിവിധതരം വൃക്ഷലതാദികൾ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, മൂന്ന് ലോകത്തിനും നായികാനായകന്മാരായ ഭഗവാൻ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവിയും വാഴുന്ന പുണ്യസങ്കേതം. ഭക്തി പാരവേശത്തോടെ അവരിരുവരും കൈകൾ കൂപ്പി. അതാ പ്രശാന്തസുന്ദരവും ഹിമാവൃതവുമായ ഒരു വിശിഷ്ട ശൃംഗത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പേരാൽ വൃക്ഷച്ചുവട്ടിൽ ലോകൈകനാഥനായ ഭഗവാൻ ശ്രീ നീലകണ്ഠൻ ഉപവിഷ്ടനായിരിക്കുന്നു. അതുമാത്രമല്ല, ലോകജനനിയായ ഹൈമവതി ഭഗവാന്റെ വാമഭാഗത്തെ തൃത്തൊടയിൽ ആസനസ്ഥയായിരിക്കുന്നു. ആ അത്യപൂർവ ദൃശ്യം വീക്ഷിച്ച് ശിരസ്സു താഴ്ത്തി നമസ്കരിക്കുന്നതിനു പകരം ചിത്രകേതു പരിഹാസഭാവത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ പത്നിയോട് പറഞ്ഞു, കണ്ടില്ലേ ദേവി, കൈലാസനാഥനായ ശ്രീ ശങ്കരൻ്റെ തൃത്തൊടയിൽ ലോകജനനിയെന്ന് നാം വിശേഷിപ്പിച്ച് ആരാധിക്കുന്ന ശൈലജ ശൃംഗാരഭാവത്തോടെ ഉപവിഷ്ടയായിരിക്കുന്നത്. രാജ്ഞി പറഞ്ഞു, അരുത് പ്രഭു, പരിഹാസവചനം പറയരുത്. അത് ഗാർഹ്യബന്ധത്തിൻ്റെയും സൃഷ്ടിയുടെയും പരിപാവനമായ ദൃശ്യമാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ സുദൃഢഭാവമാണ്. ദയവായി മാപ്പ് അപേക്ഷിച്ചുകൊള്ളൂ. എന്നാൽ ചിത്രകേതുവിൻ്റെ പരിഹാസവചനം ശ്രവിച്ച് കോപിഷ്ഠയായ ശ്രീ പാർവതീദേവി ഭഗവാന്റെ തൃത്തൊടയിൽ നിന്ന് എഴുന്നേറ്റു. ശിവശക്തി സ്വരൂപത്തെ അവഹേളിക്കുവാൻ മുതിർന്ന ആ ഗന്ധർവൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണെന്ന് ദേവിക്ക് തോന്നി. അല്ലയോ അധമനായ ഗന്ധർവ, ശിവശക്തി സ്വരൂപത്തെ മറഞ്ഞു നിന്ന് ദർശിക്കുകയും പരിപാവനമായ ആത്മബന്ധത്തെ കേവലം ഭൗതിക സൃഷ്ടിയോടെ വീക്ഷിച്ച് പരിഹസിക്കുകയും ചെയ്തിരിക്കുന്ന നീ താമസം വിന ഒരു ഭീകരാസുരനായി ഭൂതലത്തിൽ ജന്മമെടുക്കാൻ ഇടയാകുമാറാകട്ടെ എന്ന് നിന്നെ ഞാൻ ശപിക്കുന്നു. അടുത്ത ക്ഷണത്തിൽ ശ്രീ പാർവതി പരമേശ്വരന്മാർ അവിടെ നിന്ന് അപ്രത്യക്ഷരാവുകയും ചെയ്തു. അങ്ങനെ ദേവിയുടെ ശാപമേറ്റ ചിത്രകേതു നരലോകത്തിൽ വൃത്രാസുരൻ എന്ന പേരിൽ ജന്മമെടുക്കേണ്ടതായി വന്നു.